കോച്ചിങ്ങിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മുടെ വകുപ്പ് തല പരീക്ഷകളിലെ ഒരു പേപ്പറായ മിസലേനിയസിൽ അടങ്ങുന്ന ആധാരമെഴുത്തുകാരുടെ ലൈസൻസ് ചട്ടങ്ങൾ 1960 കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, ലൈസൻസ് ചട്ടങ്ങൾ 1960 നിലവിൽ വന്നതാണ്. നമ്മുടെ രജിസ്ട്രേഷൻ ആക്ടിലെ 69(1)BB വകുപ്പിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ലൈസൻസ് ചട്ടങ്ങൾ രൂപീകരിച്ചിട്ടുള്ളത്. ഈ ലൈസൻസ് ചട്ടങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. ഉത്തരവാദിത്വത്തോടു കൂടി ഡോക്യുമെന്റേഷൻ നടപടികൾ തയ്യാറാക്കുക, ചെയ്തു തീർക്കുക, അത് വ്യക്തമായ കാഴ്ചപ്പാടോടെ അതിൻ്റെ ആവശ്യമായ രേഖകളുടെ പരിശോധനകൾ നടത്തി ആധാരം തയ്യാറാക്കി കക്ഷികൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ സജ്ജമാക്കുക എന്നുള്ളത് ആധാരമെഴുത്തുകാരൻ്റെ പ്രഥമ കർത്തവ്യം ആണ്. അതിനെ നിയന്ത്രിക്കുവാനും അവർക്കൊപ്പം തന്നെ അതിനുള്ള അവകാശം നൽകുവാനും വേണ്ടിയാണ് ഈ ലൈസൻസ് റൂള് വന്നത് എന്നത് എല്ലാവർക്കും അറിയാം. ഇനി ഈ ലൈസൻസ് റൂളിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? ഈ ലൈസൻസ് റൂൾ പ്രകാരം ലൈസൻസി എങ്ങനെ ഉണ്ടാകുന്നു? എന്താണ് സ്ക്രൈബ് ലൈസൻസ്? ലൈസൻസ് അപ്ലിക്കേഷൻ എങ്ങനെ നൽകാം? ഒരാൾക്ക് ലൈസൻസ് നൽകുവാൻ ഉള്ള വ്യവസ്ഥകൾ എന്താണ്? ഈ ലൈസൻസ് വ്യവസ്ഥകൾ പാലിക്കാതിരുന്നാൽ ഇവരുടെ ലൈസൻസ് എങ്ങനെ നഷ്ടപ്പെടും? ലൈസൻസ് പുതുക്കേണ്ടതുണ്ടോ? എങ്ങനെയാണ് പുതുക്കുന്നത്? സ്റ്റേറ്റ് ലൈസൻസ്, ജില്ലാതല ലൈസൻസ്, ഉപജില്ലാതല ലൈസൻസ് എന്നിങ്ങനെ ലൈസൻസുകളുടെ വിതരണത്തിലും വ്യത്യാസങ്ങളുണ്ട്. ഈ ലൈസൻസിങ് അതോറിറ്റി ആരാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ആദ്യഘട്ടമായ ഇതിൻ്റെ പ്രാരംഭം, ഇതിൻ്റെ ഉത്ഭവം, ഇതിലെ പ്രതിപാദിച്ചിരിക്കുന്ന ചില പദങ്ങളുടെ നിർവചനങ്ങൾ എന്നിവയിലേക്ക് നമുക്ക് കിടക്കാം. KRSA ഓൺലൈൻ കോച്ചിങ്ങിലേക്ക് വീണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വകുപ്പ് തല പരീക്ഷകളിലെ ഒരു പരീക്ഷയായ മിസലേനിയസിൽ ഉൾപ്പെട്ട കേരള ആധാരമെഴുത്തുകാരുടെ ലൈസൻസ് ചട്ടങ്ങൾ, അതിനോടൊപ്പം തന്നെ ആധാരമെഴുത്ത് ക്ഷേമനിധി, ഇവ രണ്ടും കൂടിയ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചില പ്രസക്ത ഭാഗങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു മിസലേനിയസിൽ അടങ്ങിയിരിക്കുന്ന ഒരു വിഷയമാണ് ഈ ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ലൈസൻസ് എന്നത്. ഈ നിയമം, ഈ ചട്ടങ്ങൾ നമ്മുടെ രജിസ്ട്രേഷൻ ആക്ടിലെ 69(1)BB വകുപ്പ് പ്രകാരമാണ് രൂപീകൃതമായിരിക്കുന്നത്. ആധാരം തയ്യാറാക്കി എഴുതുന്നവർക്ക് ലൈസൻസ് നൽകുന്നതിന്, ആ ലൈസൻസിനെ പരിപാലിക്കുന്നതിന്, നിയന്ത്രിക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ അടങ്ങിയ
അഥവാ നിർദ്ദേശങ്ങളുടെ ഒരു സമാഹാരമാണ് ഈ ലൈസൻസ് ചട്ടങ്ങൾ. ആർക്കൊക്കെ ആധാരം എഴുതാം, എങ്ങനെ ആധാരമെഴുത്ത് ലൈസൻസ് സ്വന്തമാക്കാം, സ്ക്രൈബ് എന്നാൽ എന്താണ്, ആധാരമെഴുത്ത് ലൈസൻസ് ലഭിച്ചാൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ, ആധാരമെഴുത്ത് ലൈസൻസ് എന്നാണ് പുതുക്കേണ്ടത്, എങ്ങനെയാണ് പുതുക്കേണ്ടത്, ഈ ലൈസൻസ് അധികാരി ആരാണ്, ആധാരമെഴുത്തുകാർ കൃത്യമായി പരിപാലിച്ചു പോകേണ്ടുന്ന രജിസ്റ്ററുകൾ ഏതൊക്കെയാണ് എന്നൊക്കെ ഇതിൽ പറയുന്നു. തന്നെയുമല്ല, ഏതൊക്കെ ഘട്ടങ്ങളിൽ, ഏതൊക്കെ അവസ്ഥകളിൽ ആധാരമെഴുത്തുകാരന് എതിരെ ശിക്ഷാ നടപടികൾ നടപ്പിലാക്കാം, എന്തൊക്കെ ആണ് ഇതിലെ വ്യവസ്ഥകൾ. ആധാരമെഴുത്തുകാരന് നമുക്കറിയാം, അവരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയിട്ട് ആധാരമെഴുത്തുകാർക്ക് സ്റ്റാമ്പ് ഹോൾഡേഴ്സിന്, സ്ക്രൈബേഴ്സിന്, ഈ 3 കൂട്ടരുടെയും ക്ഷേമത്തിന് വേണ്ടിയിട്ട് ക്ഷേമനിധി ബോർഡ് രൂപീകരിച്ചു. 2012 അതിൻ്റെ ചെയർമാനായിട്ട് നമുക്കറിയാം ടാക്സസ് വകുപ്പ് സെക്രട്ടറി, വൈസ് ചെയർമാനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ഇൻസ്പെക്ടർ ജനറൽ, ഈ ക്ഷേമനിധി ബോർഡിൻ്റെ സെക്രട്ടറി ആയിട്ട് നമ്മുടെ ജോയിന്റ് IG എന്നിവരാണ് പ്രധാന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത്. അങ്ങനെ ഇവർക്ക് പുറമെ ടാക്സസിൽ ഒരു ഓഫീസർ, പിന്നെ ഫിനാൻസിലെ ഒരു ഓഫീസർ, അതുപോലെ ലേബർ ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഓഫീസർ, ലോ ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഓഫീസർ എന്നിവരൊക്കെ ഇതിൻ്റെ ഒഫീഷ്യൽ മെമ്പേഴ്സ് ആയിരിക്കും. ഈ പറയുന്നവരൊക്കെ, ഈ പറയുന്ന ഓഫീസേഴ്സ് ഇതിൽ ലോ ഓഫീസറും ലേബർ ഓഫീസിലെ പ്രതിനിധിയും ലേബർ ഡിപ്പാർട്ട്മെന്റിലെ പ്രതിനിധിയും മറ്റു ഉള്ളവരെല്ലാം അഡീഷണൽ ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ തുല്യമായ, അതിൽ കുറയാത്ത ഒരു സ്ഥാനത്ത് ഇരിക്കുന്നവരുമായിരിക്കണം. ഇതിനു പുറമെ ക്ഷേമനിധി ബോർഡിനെ കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇനി ഇതൊരു മുൻവാചകമായി മാത്രം കാണുക. ഇനി നമുക്ക് പടിപടിയായിട്ട് ഈ ചട്ടങ്ങളുടെ ഒന്നൊന്നായി ഓരോ ചട്ടങ്ങളെയും, അതിലെ പ്രധാനപ്പെട്ട ചട്ടങ്ങളെ കുറിച്ച് നമുക്ക് പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ കൂടി പറയണമെന്ന് തോന്നുന്ന ഘട്ടങ്ങളിൽ അത് പറയുന്നതായിരിക്കും. മറ്റു അപ്രസക്തമല്ല എങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വരുന്ന സമയത്ത് അല്പം വേഗത്തിൽ തന്നെ പറഞ്ഞു പോകുന്നതാണ്. എല്ലാവരും ഇത് മാത്രം പോരാ, ഈ ക്ലാസ് കേട്ടുകൊണ്ട് മാത്രം പോരാ, ഈ ചട്ടങ്ങൾ വായിക്കുകയും ഇതിനോടനുബന്ധമായി കാലാകാലങ്ങളിൽ പുറത്തു വരുന്ന ഉത്തരവുകൾ, നിർദ്ദേശങ്ങൾ, സർക്കുലറുകൾ മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് ഈ പരീക്ഷയ്ക്ക് മാത്രമല്ല, രജിസ്ട്രേഷൻ വകുപ്പിലെ ഒരു ജീവനക്കാരൻ എന്നുള്ള നിലയിൽ നമ്മളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വളരെ അത്യാവശ്യമായ ഒരു നിയമമാണ്, അല്ലെങ്കിൽ ചട്ടമാണ് ഇത്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. ഏതൊരു ചട്ടങ്ങളിലെ പോലെ ഈ ആധാരമെഴുത്തുകാരുടെ ലൈസൻസ് ചട്ടങ്ങളിലും ഈ ചട്ടത്തിൻ്റെ ആദ്യമായിട്ട് അതിൻ്റെ ചുരുക്കപ്പേര്, 2 അത് ആരംഭം, പിന്നെ 3-ാമതായിട്ട് നിർവചനങ്ങളാണ്. ഈ നിർവചനങ്ങളിൽ ഈ വകുപ്പിൽ ഉപയോഗിക്കുന്ന, മീൻസ് ഈ ലൈസൻസ് ചട്ടങ്ങളിൽ ഉപയോഗിക്കുന്ന ചില പദങ്ങളുടെ നിർവചനങ്ങളാണ്, ഡെഫിനിഷൻസ് ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിർവചനം 3-ൽ 1 തന്നെ കൊടുത്തിരിക്കുന്നത് ആരാണ് ആധാരമെഴുത്തുകാരൻ. ആധാരമെഴുത്തുകാരൻ ആരെന്ന് നിർവചിച്ചിരിക്കുന്നു. എന്താണെന്ന് നോക്കാം. ആധാരമെഴുത്തുകാരൻ എന്നാൽ പ്രമാണങ്ങൾ തയ്യാറാക്കുന്ന ജോലിയിൽ, അതായത് ഉടമസ്ഥാവകാശത്തെ പറ്റിയുള്ള അന്വേഷണം നടത്തുകയും
ആധാരങ്ങളുടെ നക്കൽ തയ്യാറാക്കുകയും ആധാരം രജിസ്ട്രേഷന് വേണ്ടി മുദ്രപത്രത്തിന്മേൽ എഴുതുകയും ഉൾപ്പെടെ കൈമാറ്റാധാരം തയ്യാറാക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾ എന്നർത്ഥമാകുന്നതും അങ്ങനെയുള്ള ആൾ അതിൽ ഉൾപ്പെടുന്നതുമാണ്. വളരെ പ്രധാനപ്പെട്ട ഈ ലൈസൻസ് ചട്ടങ്ങളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദനിർവചനമാണ് ഇത്. ഇത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതുമാണ്. ഇനി ഇതിൽ മറ്റുള്ള കാര്യങ്ങളാണ്. എന്താണ് ഫോറം? നമ്മളിതിൽ പല ഫോറങ്ങൾ ഉപയോഗിക്കുന്നു. എ ഫോം, ബി ഫോം, സി ഫോം, അതുപോലെ ഐ ഫോം എന്നൊക്കെ പറഞ്ഞ പല ഫോറങ്ങൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് പറയുന്നു. ഫോറം എന്നാൽ എന്ത്? ഫോറം എന്ന് ഈ ചട്ടത്തിൽ പറയുമ്പോൾ ഈ ചട്ടവുമായിട്ട് ബന്ധപ്പെട്ട ഫോറം എന്നർത്ഥമാക്കണം എന്നുള്ളതാണ്. ഇനി മൂന്നാമത്താണ് ലൈസൻസ്. ലൈസൻസ് എന്നാൽ ആധാരം എഴുത്തുകാരുടെ ലൈസൻസ് എന്നോ പകർത്തി എഴുത്തുകാരുടെ ലൈസൻസ് എന്നോ കാണണം. ഇനി ലൈസൻസ് നൽകുന്ന അതോറിറ്റി. ഈ ലൈസൻസ് നൽകുന്ന അതോറിറ്റി എന്നാൽ ഇതിൻ്റെ 21-ാം ചട്ടത്തിൽ പറയുന്നുണ്ട്. ലൈസൻസ് നൽകുന്ന അതോറിറ്റി ആരാണ്? കഴിഞ്ഞ 2020 ജനുവരിയിലെ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റിൽ ചോദിച്ചിരുന്നു, ആരാണ് രജിസ്റ്ററിങ് ലൈസൻസ് നൽകുന്ന അതോറിറ്റി? ഹു ഈസ് ദ അതോറിറ്റി ഓഫ് ലൈസൻസിങ്? DIG ഓഫ് ലൈസൻസിങ് അതിൽ ലൈസൻസ് നൽകുന്ന അതോറിറ്റി എന്നാണ് 21-ാം ചട്ടത്തിൽ പറയുന്നത്. അത് ഓർത്തിരിക്കുക. ഇതുപോലുള്ള ചോദ്യങ്ങൾ ഇതിനിടയിൽ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഇനി ആരാണ് സ്ക്രൈബ്? പകർത്തി എഴുത്തുകാരൻ. എന്താണ് പകർത്തി എഴുത്തുകാരൻ്റെ ജോലി എന്നൊക്കെ പിന്നീട് പറയുന്നുണ്ടെങ്കിൽ പകർത്തി എഴുത്തുകാരൻ എന്ന പദത്തെ ഇവിടെ നിർവചിക്കുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞാൽ അങ്ങനെ 4-5 പ്രധാനപ്പെട്ട നിർവചനങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇനി നമ്മൾ ലൈസൻസ് ഇല്ലാത്ത ആളുകൾക്കുള്ള നിരോധനം. അതായത് ആധാരം എഴുത്ത് ലൈസൻസോ സ്ക്രൈബ് ലൈസൻസോ ഇല്ലാത്ത ആൾക്കാർ ആധാരം എഴുതാനോ ആധാരം പകർത്തി എഴുതാനോ പാടില്ല എന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഒരു ആധാരം എഴുത്തുകാരന് എങ്ങനെ ലൈസൻസ് നൽകാം? ഒരാളെ എങ്ങനെ അതിന് പരീക്ഷയുണ്ട്, സ്ക്രൈബിന് പരീക്ഷയുണ്ട്. അവർക്ക് വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. മുൻപുള്ളവർക്ക് ഇപ്പോഴുള്ളവർക്ക് പരീക്ഷ എഴുതാനായിട്ട് അതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത 2 പേർക്കും. ആധാരം എഴുത്തുകാർക്ക് 10th പാസ്സാവണം, സ്ക്രൈബിന് 10ാം ക്ലാസ് വരെ പഠിച്ചാൽ മതി എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ഇങ്ങനെ വരുന്ന കാലാനുസൃതമായ മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ അതത് കാലത്തിറങ്ങുന്ന സർക്കുലറുകളും നോട്ടിഫിക്കേഷൻസ് വായിച്ച് തന്നെ മനസ്സിലാക്കുന്നത്. ഇനി എന്താണ് യോഗ്യത എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 7ാമതായി പറയുന്ന ചട്ടം 7 പറയുന്നത് എന്താണ് ലൈസൻസ് നൽകുവാൻ ഉള്ള യോഗ്യത. ആർക്കൊക്കെ കൊടുക്കാൻ പാടില്ല? ഒരു മൈനർക്ക് കൊടുക്കാൻ പാടില്ല, ചിത്തഭ്രമമുള്ള ആൾക്ക് കൊടുക്കാൻ പാടില്ല, അതുപോലെ നിർധനനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഒരാൾക്ക് ഇവർക്കൊന്നും കൊടുക്കാൻ പാടില്ല. അതുപോലെ ബധിരനും മൂകനുമായ ഒരാൾക്ക്, കുഷ്ഠരോഗിക്ക്, ഇവർക്കൊന്നും ഇത് കൊടുക്കാൻ പാടില്ല. ഇനി ഇതിൽ തന്നെ ആർക്കൊക്കെ ഇത് കൊടുക്കാമെന്നും പറയുന്നുണ്ട്. അതായത് ഒരു അഡ്വക്കേറ്റിൻ്റെയോ പ്ലീഡറുടെയോ സംഗതികൾ അവർക്കൊക്കെ ഇത് അനുവദിച്ചു കൊടുക്കാം. അവർ ഇപ്പോഴും അഡ്വക്കേറ്റായി പ്ലീഡറായിട്ട് സേവനമനുഷ്ഠിക്കുന്നവരാണെങ്കിൽ, അവരെ ആ പദവിയിൽ നിന്ന് വിലക്കിയിട്ടില്ലെങ്കിൽ അവരെ ഉൾപ്പെടുത്താം. പിന്നെ വകുപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ക്ലർക്കിന് തുല്യമായ പദവിയിൽ നിന്ന് റിട്ടയർ ചെയ്ത, ക്ലർക്കിന് താഴെയല്ലാത്ത പദവിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥന് അദ്ദേഹത്തിനെതിരെ ശിക്ഷാ നടപടികളൊന്നും നിലനിൽക്കുന്നില്ലെങ്കിൽ, അദ്ദേഹത്തിനെതിരെ കുറ്റങ്ങളൊന്നും നിലനിൽക്കുന്നില്ല എങ്കിൽ അദ്ദേഹത്തിനും സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വിരമിച്ച ശേഷം ലൈസൻസ് അനുവദിച്ച് കൊടുക്കാവുന്നതാണ്. അതിനും അപേക്ഷയും മറ്റു കാര്യങ്ങളും മറ്റു വഴികളും പരിശോധനകളും എല്ലാം കഴിഞ്ഞതിന് ശേഷം. ഇനി ലൈസൻസിനുള്ള അപേക്ഷയാണ് 8ാം ചട്ടത്തിൽ പറയുന്നത്. ഒരു ആധാരം എഴുതാനുള്ള ലൈസൻസിനുള്ള അപേക്ഷ ഫോം എയിലും സ്ക്രൈബിനുള്ളത് ഫോം ബിയിലും ആണ് അപേക്ഷിക്കേണ്ടത്. ഇനി പുതുക്കാൻ ആധാരം പുതുക്കുന്നതിനുള്ള അപേക്ഷ 3 വർഷത്തിലൊരിക്കൽ ആധാരം പുതുക്കുന്നതിനുള്ള അപേക്ഷ കൊടുക്കേണ്ടത് ഐഫോമിലാണ്. ഇനി അപേക്ഷിക്കേണ്ട രീതി, ഇത് അപേക്ഷിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബേസിക് ഡോർ സബ് രജിസ്ട്രാർ ഓഫീസാണ്. ഒരു ആധാരം എഴുത്തുകാരൻ അവൻ്റെ അപേക്ഷ സമർപ്പിക്കേണ്ടത് സബ് രജിസ്ട്രാർ ഓഫീസിലൂടെയാണ്.
എഴുത്തുകുത്തുകളെല്ലാം നടത്തേണ്ടത് സബ് രജിസ്ട്രാർ ഓഫീസിലൂടെയാണ്. ഈ ലൈസൻസ് പുതുക്കി വന്ന ലൈസൻസ് കൈപ്പറ്റേണ്ടതും സബ് രജിസ്ട്രാർ മുഖാന്തരമാണ്. ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള അറ്റസ്റ്റേഷനും മറ്റു കാര്യങ്ങളും ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള വിവരങ്ങളും മറ്റും ശേഖരിക്കേണ്ടതും അത് ആവശ്യമായ സന്ദർഭങ്ങളിൽ മേലധികാരികൾക്ക് എത്തിച്ചു കൊടുക്കേണ്ടതും ഒക്കെ ചെയ്യുന്നത് സബ് രജിസ്ട്രാർമാരാണ് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. ഈ സബ് രജിസ്ട്രാർക്ക് ലഭിക്കുന്ന എല്ലാ അപേക്ഷകളും കൃത്യമായി സ്ക്രൂട്ടിനി ചെയ്ത് ജില്ലാ രജിസ്ട്രാർക്ക് അയച്ചു കൊടുക്കും. അങ്ങനെയുള്ള അപേക്ഷകളിൽ 23-ാം ചട്ടപ്രകാരം പുതുക്കി കൊടുക്കുന്നത് തനിക്ക് ക്ഷമതയില്ലാത്തവ അദ്ദേഹം ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ ഇൻസ്പെക്ടർ ഓഫീസിലേക്ക് അല്ലെങ്കിൽ ലൈസൻസ് നൽകുന്ന അതോറിറ്റിക്കോ അയച്ചു കൊടുക്കുന്നു. മറ്റൊന്നിൽ അത് തന്നെ തീരുമാനമെടുക്കുന്നു. ഈ ലൈസൻസ് നൽകൽ ഇതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കുന്ന കാര്യമാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. സബ് രജിസ്ട്രാർക്കാണ് നമ്മൾ അപേക്ഷ കൊടുക്കുക. സബ് രജിസ്ട്രാർ അത് ആവശ്യത്തിനുള്ള സ്ക്രൂട്ടിനി കഴിച്ച് അത് ജില്ലാ രജിസ്ട്രാർക്ക് കൊടുക്കും. ജില്ലാ രജിസ്ട്രാർ അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്ന ലൈസൻസുകൾ ജില്ലാ രജിസ്ട്രാറും, അദ്ദേഹത്തിന് പറ്റാത്ത അപേക്ഷകൾ അദ്ദേഹം അയക്കും. ഇങ്ങനെ പോകുന്നു ഇതിലെ കാര്യങ്ങൾ. ഇനി ഈ ഘട്ടത്തിൽ ഇതിൽ ഒരു കാര്യം കൂടി എടുത്തു പറയാൻ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ആധാരം ആരൊക്കെ എഴുതാൻ പാടില്ല. അപ്പോൾ ഈ ലൈസൻസ് ഇല്ലാത്തവർ എഴുതാൻ പാടില്ല, മൈനർ എഴുതാം, അങ്ങനെ കുറേ പേരെ മാറ്റി നിർത്തുന്നുണ്ട്. അതിനിടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം 2016 നമ്മുടെ വകുപ്പിൽ വന്ന വിപ്ലവകരമായ ഒരു മാറ്റമാണ്. അതെന്താണെന്ന് വെച്ചാൽ, ഒരു ആധാരത്തിലെ കക്ഷിക്ക്, അത് എക്സിക്യൂട്ടൻ്റോ ക്ലെയിമൻ്റോ ആയിക്കോട്ടെ, ഒരു ആധാരത്തിലെ കക്ഷിക്ക് കൂടി സ്വന്തമായിട്ട് താല്പര്യമുണ്ടെങ്കിൽ സ്വയമായി ആധാരം ചമയ്ക്കാം എന്ന് ഒരു നിയമം, ഒരു വ്യവസ്ഥ കൂടി വന്നിരിക്കുന്നു. ആയതിനാൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ആർക്കും ആധാരം എഴുതാം, അതിൻ്റെ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് എന്ന് ഉള്ള അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ആർക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ ആധാരം എഴുതി കൊടുക്കുന്ന ആൾക്കും എഴുതി വാങ്ങുന്ന കക്ഷിക്കും അല്ലെങ്കിൽ ആധാര കക്ഷികൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു ലോഗിൻ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് അദ്ദേഹത്തിനും ആധാരം തയ്യാറാക്കാവുന്നതാണ്. ഇതിന് രജിസ്ട്രേഷൻ ഐ ജിയുടെ 2016 1/3/2016 IT 3/30/120/2016 നമ്പർ ഉത്തരവും സർക്കുലറും ഒക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇതുമായി അനുബന്ധിച്ച് പല ക്ലാസ്സുകളും നടത്തുകയും പൊതുജനങ്ങളെ സ്വയം ആധാരം എഴുതുവാൻ പ്രാപ്തരാക്കുന്ന തരത്തിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് സൈറ്റിൽ തന്നെ ആധാരങ്ങളുടെ മോഡൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആവശ്യമായ സന്ദർഭങ്ങളിൽ സബ് രജിസ്ട്രാറെ സമീപിച്ചാൽ സബ് രജിസ്ട്രാർ ആ വരുന്ന കക്ഷിയെ വേണ്ട രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരുടെ നക്കൽ പരിശോധിച്ച് അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം നൽകണമെന്ന് നമ്മുടെ വകുപ്പ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഇതയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കി ഇരിക്കേണ്ട മറ്റൊരു കാര്യമാണ്. ഇനി അപേക്ഷിക്കേണ്ട രീതി നമുക്കറിയാം. എല്ലാം ഇത് എന്നാണ് അപേക്ഷിക്കേണ്ടതെന്ന് അറിയാം. ഓരോ മാർച്ച് മാസം 1-ാം തീയതിക്ക് അതിനു മുമ്പോ സബ് രജിസ്ട്രാർക്ക് അപേക്ഷ സമർപ്പിക്കണം. ഇനി അപേക്ഷ ആധാരം എഴുത്തുകാരൻ്റെ ലൈസൻസിനുള്ള അപേക്ഷ C4-ത്തിലും പകർത്തി എഴുത്തുകാരുടെ D4-ത്തിലുമാണ്. ഇതൊക്കെ ഇങ്ങനെ ഈ ലൈസൻസ് നൽകൽ എന്ന് പറയുന്ന ചട്ടം 10-ന്റെ ഉപവിഭാഗങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ പറഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം 11-ആണ്. ഇനി 11-ലെ ഫീസാണ്. എന്ത് ഫീസ്? ആധാരം എഴുത്തുകാരുടെ ലൈസൻസ് ഫീസ്, പകർത്തി എഴുത്തുകാരുടെ ലൈസൻസ് ഫീസ്. ഇത് ഉപജില്ലയ്ക്കും ജില്ലയ്ക്കും സ്റ്റേറ്റിനും വേറെ വേറെയാണ്. അതായത് ചിലവരുടെ ലൈസൻസ് ആ ഉപജില്ലയിൽ മാത്രം അവർക്ക് ഡോക്യുമെന്റേഷൻ ചെയ്യാവുന്നതാണെങ്കിൽ ചിലർക്ക് മറ്റുള്ളവരുടെ ഒരു പക്ഷേ ഒരു ജില്ല ആയിരിക്കും അവരുടെ അതിർത്തി. ഇനി സംസ്ഥാനത്ത് മൊത്തം എവിടെയും ആധാരം എഴുതി പ്രസന്റ് ചെയ്യാനായിട്ടുള്ള ലൈസൻസുമുണ്ട്. ഇനി ഇങ്ങനെ നോക്കുമ്പോൾ ജില്ലാ ലൈസൻസിന് ആധാരം എഴുത്തുകാരന് 50 രൂപ ഫീസ്, സ്ക്രൈബിന് 20 രൂപ ഫീസ്. ജില്ലയിലാണെങ്കിൽ ആധാരം എഴുത്തുകാരന് 100 രൂപയും സ്ക്രൈബിന് 30 രൂപയും. സംസ്ഥാനത്ത് ഒട്ടാകമാനം ഉള്ള ലൈസൻസ് ലഭിക്കണമെങ്കിൽ മുഴുവൻ സംസ്ഥാനത്തുള്ള ഫീസായിട്ട് ആധാരം എഴുത്തുകാരൻ ലൈസൻസിക്ക് 200 രൂപയും പകർത്തി എഴുത്തുകാരൻ ലൈസൻസിക്ക് 50 രൂപയുമാണ്.
അടയ്ക്കേണ്ടത്. ഇനി ഈ ത്രൈവാർഷിക പുതുക്കൽ, അതായത് 3 വർഷം കൂടുമ്പോൾ കിട്ടിയ ലൈസൻസ് കൃത്യമായി പുതുക്കേണ്ടതാണ്. ഒരു വീഴ്ചയും അതിൽ വരുത്താൻ പാടില്ല. വീഴ്ച വരുത്തിയാൽ അതിന് കണ്ടോണേഷൻ മറ്റ് പല നടപടികളും അതിനകത്തുണ്ടാകും. ഇത് അടയ്ക്കാത്തവർക്ക് ആധാരം എഴുതി പ്രസൻറ്റ് ആധാരം എഴുതാനായിട്ടുള്ള അധികാരം പോലും നഷ്ടപ്പെടും. അതുപോലെ തന്നെ അവരുടെ ക്ഷേമനിധി ആയിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും പല പ്രശ്നങ്ങളും സംഭവിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് കൃത്യമായിട്ട് എല്ലാവരും ഇത് പരിപാലിച്ചു വരുന്നു. ഫെബ്രുവരിയിൽ തന്നെ സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ ഇതിനനുബന്ധമായ നോട്ടീസുകൾ പ്രദർശിപ്പിക്കുകയും ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന കാര്യം നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. ഇനി ഇത് കണ്ടോണേഷൻ ഫീ ഫോർ ഡിലേ ഓൺ ലൈസൻസ് എന്നൊക്കെ പറയുന്ന പുതിയ കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ലൈസൻസ് കൃത്യസമയത്ത് അപേക്ഷിക്കാനായിട്ട് തക്ക കാരണങ്ങൾ ഉള്ളപ്പോൾ അതിനെ മാപ്പാക്കി അത് അനുവദിച്ചു കൊടുക്കാനുള്ള അധികാരവും അതിനു വേണ്ടിയിട്ട് ഒരു ഫീസ് അടയ്ക്കേണ്ടതും ആയിട്ടൊക്കെ ഉണ്ട്. ഇതിനെക്കുറിച്ച് പറയുന്നു. ഇനി ഇതിൻ്റെ നമ്മുടെ ഈ ചട്ടങ്ങളിൽ ഒരു കുറിപ്പായിട്ട് 3 രൂപ പണ്ട് ഈ ലൈസൻസ് ബുക്കിന് വില നിശ്ചയിച്ചിരുന്നു. ഇപ്പോൾ അത് 5 രൂപയാണ് വാങ്ങിക്കുന്നത്. അത് വളരെ പ്രസക്തമായ ഒരു കാര്യമായിട്ട് നമുക്ക് കരുതുവാനാകില്ല. ഇനി എങ്ങനെ ഫീസ് കൊടുക്കാമെന്നാണ് 12-ൽ പറയുന്നത്. ഫീസ് കൊടുക്കുന്ന രീതി നിങ്ങൾക്കറിയാം. അത് ഓഫീസിൽ അവർ വന്ന് ഫീസ് കൊടുക്കുന്ന രീതി നമുക്കറിയാം. അത് എല്ലാവരും എന്തായാലും ഒന്ന് വായിച്ചു നോക്കുക. ഫീസ് അടക്കുന്ന രീതി എങ്ങനെയാണ്, എടുക്കുന്ന റെസീറ്റിൻ്റെ കോപ്പികൾ ഓൺലൈനിൽ അതെങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നു, അത് എങ്ങനെ ജില്ലാ ഓഫീസിലേക്ക് അയക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. ഇനി ആധാരം എഴുത്തുകാരൻ്റെ കർത്തവ്യങ്ങളാണ്, അധികം ചെയ്യേണ്ട കാര്യങ്ങൾ. ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആധാരം എഴുതുന്നതിന് സർക്കാർ നിശ്ചയിച്ച അംഗീകൃത നിരക്കിൽ കൂടുതൽ ഫീസ് വാങ്ങരുത് എന്നുള്ളതാണ്. ആധാരം എഴുത്തുകാരൻ്റെ ഓഫീസിൽ എല്ലാവർക്കും പെട്ടെന്ന് കാണുന്ന തരത്തിൽ ഇപ്പോൾ നിലവിലുള്ള ആധാരം എഴുത്ത് ഫീസ് പട്ടിക പ്രദർശിപ്പിക്കേണ്ടതുമാണ്. ഇനി ഇത് ഇവർ ആധാരം രജിസ്റ്റർ ചെയ്യാൻ വരുന്ന കക്ഷിക്ക് ഫീസ് വാങ്ങിയാൽ ഫീസ് വാങ്ങിയതിന് റെസീറ്റ് കൊടുക്കേണ്ടതും ആ റെസീറ്റ് ഫോറം എഫ് റെസീറ്റ് ബുക്ക് അത് കൃത്യമായിട്ട് രജിസ്റ്ററുകളിൽ ഫോറം ഇയിൽ എഴുതി സൂക്ഷിക്കേണ്ടതും അത് എല്ലാ മാസവും സബ് രജിസ്ട്രാർ ശരിക്ക് പരിശോധിക്കേണ്ടതുമാണ് എന്നാണ് പറയുന്നത്. കൃത്യമായ പരിശോധന അതിനുണ്ടായിരിക്കേണ്ടതാണ്. മറ്റൊന്ന്, രജിസ്ട്രേഷൻ വകുപ്പ് ജീവനക്കാരുടെ പേരിൽ അവർക്ക് കൊടുക്കാനെന്നുള്ള പേരിൽ പണം വാങ്ങുക, അത് കൊടുക്കുക, ആവശ്യപ്പെടുക, ഇതൊന്നും പാടില്ലാത്തതാണ്. മറ്റൊരു കാര്യം, കക്ഷികൾ ചുമതലപ്പെടുത്തുന്ന ഏജന്റുമാർക്കും മുക്തിയാർ പ്രകാരം അവകാശം ലഭിച്ചിട്ടുള്ളവർക്കും മറ്റു ഏജൻസികൾ കൂടെ അല്ലാതെ നേരിട്ട് തന്നെ രജിസ്റ്ററിംഗ് ഓഫീസ് പ്രമാണങ്ങളും ഹർജികളും സമർപ്പിക്കാമെന്ന് നിർദ്ദേശം നൽകേണ്ടതാണ്. അതായത് ആധാരം പ്രസന്റ് ചെയ്യുന്നത് ആരാണെന്ന് ആധാരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഓഫീസിൽ വന്നു ചേരുന്ന ആളോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്. ഇത് പ്രസന്റ് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ആധാരം വാങ്ങുന്ന ആൾ, വസ്തു വാങ്ങുന്ന ആൾ, വസ്തു എഴുതി കൊടുക്കുന്ന ആൾ നിങ്ങളാണ്. ഇത് സബ് രജിസ്ട്രാർക്ക് മുൻപേ പ്രസന്റ് ചെയ്യേണ്ടത് എന്ന കാര്യം അവരെ ബോധ്യപ്പെടുത്തേണ്ടതാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ആധാരങ്ങൾ ശ്രദ്ധാപൂർവം ശരിയായ വിധത്തിൽ വ്യക്തമായി എഴുതി തയ്യാറാക്കണമെന്നാണ്. അതിൽ മേൽവിലാസം, ഒപ്പം തന്നെ മറ്റു കാര്യങ്ങൾ, അതിൻ്റെ ആ വസ്തു വന്ന വിധം, അത്യാവശ്യമെങ്കിൽ അന്വേഷണങ്ങൾ നടത്തുക, അതിൻ്റെ മുന്നാധാരങ്ങളും മുൻരേഖകളും കൃത്യമായി പരിശോധിച്ച് വിശകലനം ചെയ്തതിന് ശേഷം മാത്രമേ ആധാരം തയ്യാറാക്കാവൂ എന്നൊക്കെ ഈ ഭാഗത്ത് പറയുന്നുണ്ട്. ആധാരമെഴുത്ത് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റൊരു ജീവനക്കാരനാണ്, അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ടും ജോലി ചെയ്യാവുന്നതാണ്, പകർത്തി എഴുത്തുകാരൻ അഥവാ സ്ക്രൈബ്. ഒരു ആധാരം എഴുത്തുകാരനെ പ്രമാണങ്ങൾ
ക്കുന്നതിൽ സഹായിക്കുകയും രജിസ്ട്രേഷന് വേണ്ടി ഹാജരാക്കാനുള്ള പ്രമാണങ്ങൾ അല്ലെങ്കിൽ മറ്റു പകർപ്പുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുൾപ്പെടെ എഴുതുകയോ ചെയ്യുന്ന ആൾ എന്നാണ് ലൈസൻസ് ചട്ടം 3(5) പ്രകാരം സ്ക്രൈബ് എന്നാൽ. ഈ സ്ക്രൈബിൻ്റെ ഫീസും ആധാരമെഴുത്തുകാരൻ്റെ ഫീസ് പട്ടികയിൽ തന്നെ ഉൾപ്പെടുത്തേണ്ടതാണ്. മീൻസ് ആധാരമെഴുത്തുകാരൻ്റെ ഓഫീസിൽ പ്രദർശിപ്പിക്കുന്ന ഫീസ് പട്ടികയിൽ, ആധാരമെഴുത്ത് ഫീസ് പട്ടികയിൽ ഈ സ്ക്രൈബിന് കൊടുക്കുന്ന ഫീസിൻ്റെ കാര്യങ്ങളും കൂടി. വകുപ്പ് 15 പ്രകാരം ആധാരമെഴുത്തുകാരൻ്റെ കൈയക്ഷരം നല്ലതാണെങ്കിൽ, വൃത്തിയും വ്യക്തതയും ഉള്ളതാണെങ്കിൽ അദ്ദേഹത്തിന് സ്ക്രൈബ് ലൈസൻസ് നേടാനുള്ള ഒരു അവസരം കൂടിയുണ്ട്. ഇനി നമുക്കറിയാം, എല്ലാ 2 വർഷം കൂടുമ്പോഴും ആധാരമെഴുത്ത് ലൈസൻസിക്കുള്ള പരീക്ഷ നടത്തപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ഏറ്റവും അവസാനം നടന്ന പരീക്ഷയെക്കുറിച്ചും അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കും. അപ്പോൾ അങ്ങനെ പുതിയ ലൈസൻസുകൾ നിലവിൽ വരുന്നതാണ്. ഇനി ഈ പരീക്ഷയിൽ എന്തൊക്കെ വരുന്നു എന്നുള്ളതൊക്കെ 25 ആധാരമെഴുത്തുകാരുടെ ലൈസൻസ് നൽകാനുള്ള പരീക്ഷ എന്ന ചട്ടങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇനി എന്താണ് ആധാരമെഴുത്തുകാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യൽ? അത് ചട്ടം 29 പറയുന്നു എന്തൊക്കെ കാരണങ്ങളാൽ ഒരു ആധാരമെഴുത്തുകാരൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെട്ടേക്കാം. അതിൽ പ്രധാനപ്പെട്ട 29(1) തന്നെ പറയുന്നത് 19-ാം ചട്ടം ആവശ്യപ്പെടുന്ന പ്രകാരം രജിസ്റ്ററുകൾ സൂക്ഷിക്കാതെ ക്രമമായി രസീതുകൾ നൽകുന്നതിലോ വീഴ്ച വരുത്തി പോകുന്ന ലൈസൻസുകൾ സസ്പെൻഡ് ചെയ്യപ്പെടാവുന്നതാണ്. ഇനി ആരുടെയെങ്കിലും ഒരു മധ്യവർത്തിയായി പ്രവർത്തിക്കുക, ഏജന്റായിട്ട് പ്രവർത്തിക്കുന്ന ഘട്ടമെന്നാണ്. ഇനി മറ്റൊന്ന്, അതിൽ 4 പറഞ്ഞ രജിസ്ട്രേഷൻ ഓഫീസുമായി ബന്ധപ്പെട്ട സ്റ്റാഫുമായി ഉള്ള ഏതെങ്കിലും നിയമവിരുദ്ധമായ കൊടുക്കൽ വാങ്ങലുകൾ, ഇടപാടുകൾ, പ്രേരണ, അവയിൽ പങ്കെടുക്കുക, ഇത്തരം കാര്യങ്ങൾ. 5, രജിസ്ട്രേഷൻ ഓഫീസിൽ വെച്ച് അനുചിതമായി പ്രവർത്തിക്കുകയോ പെരുമാറുകയോ ചെയ്യുക. ഇതൊക്കെ സസ്പെൻഷനുള്ള കാരണങ്ങളായിട്ട് ഭവിക്കാവുന്നതാണ്. ഇനി ആധാരമെഴുത്തുകാരൻ്റെ ലൈസൻസ് റദ്ദു ചെയ്യൽ ചട്ടങ്ങൾ, അത് 30-ലാണ് പറയുന്നത്. എങ്ങനെയൊക്കെ, എന്തൊക്കെ കാരണങ്ങളാൽ ആധാരമെഴുത്തുകാരൻ്റെ ലൈസൻസ് റദ്ദു ചെയ്യാം. അതിൽ അയാൾ അദ്ദേഹത്തിന് ആധാരമെഴുത്തുകാരൻ ആയി ഇരിക്കുവാൻ ആവശ്യമുള്ള യോഗ്യതകളെ കുറിച്ച് മുൻപേ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ ആ ചട്ടങ്ങളിൽ ഏതെങ്കിലും ഒരു, മെയിൻലി 7-ാം ചട്ടങ്ങളിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും കാരണം വന്നാൽ അയാളെ അയോഗ്യനാക്കാവുന്നതാണ്. ഇനി അത് 31-ൽ പറയുന്നത് അനുചിതമായ നടപടിയോ അല്ലെങ്കിൽ പെരുമാറ്റ ദൂഷ്യമോ കാരണം അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യാവുന്നതാണ്. ഈ എങ്ങനെയൊക്കെ സസ്പെൻഡ് ചെയ്താലും 32 പ്രകാരം ലൈസൻസികളെ സംബന്ധിച്ച് ലൈസൻസ് നൽകുന്ന അതോറിറ്റിക്കുള്ള അധികാരങ്ങൾ ഉപയോഗിച്ച് ഈ ചട്ടങ്ങൾ പ്രകാരം നൽകപ്പെട്ട ഒരു ലൈസൻസ് നൽകുന്ന അതോറിറ്റിക്ക്, ആരാണോ ആ ലൈസൻസ് നൽകുന്ന അതോറിറ്റി, ആ അതോറിറ്റിക്ക് ഏത് കാലയളവിലേക്ക് വേണമെങ്കിലും സസ്പെൻഡ് ചെയ്യാവുന്നതാണ് എന്നാണ് പറയുന്നത്. ഇനി ഇതിന്മേൽ 33 അപ്പീലുകളോ ചട്ടങ്ങൾ പ്രകാരം ഇതെന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെടുകയോ ഉള്ള ഉത്തരവിനെതിരെ ഗവൺമെന്റ് മുൻപാകെ അപ്പീൽ ബോധിപ്പിക്കാനുള്ള അവകാശവും ഈ ആധാരമെഴുത്ത് ലൈസൻസിക്ക് അല്ലെങ്കിൽ സ്ക്രൈബ് ലൈസൻസിക്ക് ഉണ്ട്. ഇത്രയുമാണ് ഈ ചട്ടങ്ങളിൽ പ്രധാനപ്പെട്ട സംഗതികൾ. ഇനി ഈ 13-ാം ചട്ടവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഇതിലൊരു ഫീസ് പട്ടിക ചേർത്തിരിക്കുന്നു. അതിൽ ആധാരമെഴുത്തുകാരൻ്റെ ഫീസ് പട്ടിക ചേർത്തിരിക്കുന്നു. അതിൽ ഏറ്റവും കൂടിയ ഫീസ് എത്രയെന്നും കാണിച്ചിരിക്കുന്നു. അത് വിശദമായിട്ട് ഇതിന് ശേഷം ഇല്ലുസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട്. അത് ശ്രദ്ധിച്ച് വായിക്കുക. ഇനി ഈ ചട്ടങ്ങൾ അവസാനിക്കുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന്,
സ്റ്റേറ്റ് ലൈസൻസുകളുടെ 2 തരം ലൈസൻസുകളും ലൈസൻസിങ് DIG പുതുക്കി നൽകുന്നു. ആരാണ് ലൈസൻസുകൾ പുതുക്കി നൽകുന്നത്? DIG ആണ്. പിന്നെ ഡിസ്ട്രിക്ട് രജിസ്ട്രാർ, സബ് രജിസ്ട്രാർ എന്നവർക്ക് അവരവരുടെ ജില്ലാ രജിസ്ട്രാർ ജില്ലാ ലൈസൻസുകളും സബ് രജിസ്ട്രാർ ഉപജില്ലാ ലൈസൻസുകളും പുതുക്കി നൽകും. ഇനി 3 കൊല്ലത്തേക്ക് ലൈസൻസ് പുതുക്കാം. എല്ലാവർക്കും അറിയാം, ലൈസൻസ് കാലാവധി ജൂൺ 1 അവസാനിക്കുക. പുതുക്കാനപേക്ഷ തൊട്ടുമുമ്പുള്ള മാർച്ച് 1 വരെ സബ് രജിസ്ട്രാർ മുമ്പാകെ സമർപ്പിക്കണം. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇനി മെയ് മാസത്തിനിടെ ലഭിച്ച ലൈസൻസ് അതേ വർഷം തന്നെ ജൂലൈ ആദ്യ പകുതിയിൽ പുതുക്കൽ അപേക്ഷ നൽകണം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. ഇനി പഴയത് പുതുക്കാനും പുതിയ ലൈസൻസ് നൽകാനും ഫീസ് നിരക്കുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. അത് എല്ലാവരും വായിച്ച് മനസ്സിലാക്കണം, അത് കണ്ടു മനസ്സിലാക്കണം. അത് സബ് രജിസ്ട്രാർ ഓഫീസിൽ പണമായി അടയ്ക്കാനുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇത്രയുമാണ് പ്രധാനമായി നമ്മുടെ ഈ ഡോക്യുമെന്റ് റൈറ്റേഴ്സ് റൂൾസ് 1960 കുറിച്ച് നിങ്ങളോട് പെട്ടെന്ന് പറയുവാനുള്ളത്. മറ്റുള്ളത് എല്ലാവരും ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കിയാൽ മാത്രം മതിയാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇതിന് ഉപരിയായിട്ട് ഈ ചട്ടങ്ങളോ ഈ ലൈസൻസുകളോ ഈ പുസ്തകങ്ങളോ എല്ലാം കാണാപ്പാഠം പഠിക്കുന്നതിന് വേണ്ടിയല്ല, ആവശ്യം വരുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് റെഫർ ചെയ്ത് കണ്ടെത്തുവാനുള്ള ഒരു പ്രാവീണ്യം നേടുക എന്നതാണ് ഈ വകുപ്പ് തല പരീക്ഷകൾ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആയതിനാൽ പുസ്തകവുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുക. അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഈ വകുപ്പുകളും ചട്ടങ്ങളും ഇതെല്ലാം പെട്ടെന്ന് തന്നെ കണ്ടെത്തുവാനും അത് ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ പ്രയോഗിക്കുവാനും ഉള്ള ഒരു പ്രായോഗിക ജ്ഞാനം സമ്പാദിച്ചെടുക്കുക. ഇനി ഇതോടൊപ്പം തന്നെ നമുക്ക് പറയേണ്ട ഒരു കാര്യമാണ് ഡോക്യുമെന്റ് റൈറ്റേഴ്സ് സ്ക്രൈബ്സ് ആൻഡ് സ്റ്റാമ്പ് ഹോൾഡേഴ്സ് വെൽഫെയർ ഫണ്ട് ആക്ട് 2012 ക്ഷേമനിധി നിയമം. ഇത് വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞു പോവുകയാണ്. ഇത് നിലവിൽ വന്നത് 2012 ജനുവരി 31 ഇതുപോലെ തന്നെ ഷോർട്ട് ടൈറ്റിൽ ആൻഡ് കമൻസ്മെന്റ് ഉണ്ട്, ഡെഫിനിഷൻസ് ഉണ്ട്. ഈ ഡെഫിനിഷൻസിൽ 2 L ആയിട്ട് പറഞ്ഞിരിക്കുന്നത് രജിസ്റ്ററിങ് അതോറിറ്റി എന്ന് പറയുന്ന ആള് ഡിസ്ട്രിക്ട് രജിസ്ട്രാർ ആണ് എന്നുള്ളതാണ്. പലർക്കും സംശയമുണ്ടാകാം. രജിസ്റ്ററിങ് അതോറിറ്റി L എന്ന ഡെഫിനിഷൻ ഇത് കഴിഞ്ഞ ഒരു പരീക്ഷയുണ്ടായപ്പോൾ പലരും തെറ്റിച്ച ഒരു കാര്യമാണ്. പലരും അത് ലൈസൻസിങ് DIG ആണ് എന്നൊക്കെ വിചാരിക്കുന്നു. അത് കൃത്യമായി മനസ്സിലാക്കാം. ഈ ഡെഫിനിഷൻസ് കൃത്യമായി ബോധ്യപ്പെടുന്നതിൻ്റെ ആവശ്യകതയും അതാണ്. ഇനി എങ്ങനെയാണ് ഈ ക്ഷേമനിധി ബോർഡ് രൂപീകരിച്ചു? ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർമാൻ ടാക്സ് സെക്രട്ടറിയാണ്, വൈസ് ചെയർമാൻ IGR ആണ്. ഇതിൻ്റെ ബോർഡ് മീറ്റിംഗ് കൂടുമ്പോൾ ഇതിൻ്റെ കണക്കുകളൊക്കെ സൂക്ഷിക്കേണ്ടത് സെക്രട്ടറിയാണ്. ഇതിന് അപ്പുറം ഒഫീഷ്യലായിട്ട് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഡെപ്യൂട്ടി സെക്രട്ടറിക്ക് താഴെയല്ലാത്ത റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനും, ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥനും, ടാക്സസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥനും, ലോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഒരു ഉദ്യോഗസ്ഥനും, ഇങ്ങനെ 4 + 3 7 ഒഫീഷ്യൽ മെമ്പേഴ്സും ബോർഡ് മെമ്പേഴ്സും 5 പേര് നോൺ ഒഫീഷ്യൽ ബോർഡ് മെമ്പേഴ്സും ഉണ്ടാകും. ഈ നോൺ ഒഫീഷ്യൽ ബോർഡ് മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അത് സർക്കാർ നിശ്ചയിക്കുന്ന നോമിനികളാണ്. ഈ നോമിനികൾ വരുന്നത് ഡോക്യുമെന്റ് റൈറ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും, സ്ക്രൈബ്സിൻ്റെ ഭാഗത്തു നിന്നും, സ്റ്റാമ്പ് ഹോൾഡേഴ്സിൻ്റെ ഭാഗത്തു നിന്നുമാണ്. ഇത് ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ഈ 5 പേരെ നോമിനേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേകത, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേകത, ഇതിലൊന്ന് വനിതയായിരിക്കാം. അത് നിർബന്ധമാണ്. അപ്പോൾ ഈ 5 നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സിൽ ഒരാൾ വനിതയായിരിക്കണം. ഇനി ഇവരുടെ ഔദ്യോഗിക കാലാവധി 3 വർഷമാണ്. നോൺ ഒഫീഷ്യൽ ഇവർ മറ്റുള്ള എന്തെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ രാജിവെച്ച് പോവുകയോ മറ്റോ ഉണ്ടായാൽ തന്നെ ആ സ്ഥാനം മറ്റൊരാൾ ഏറ്റെടുക്കുന്നവരെ ഇവർ ചുമതല വഹിക്കേണ്ടതാണ് എന്നൊക്കെ ഇതിനകത്ത് ക്ഷേമനിധി ചട്ടങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ക്ഷേമനിധി ബോർഡ് എന്തിനു രൂപീകരിച്ചു, എന്തൊക്കെയാണ് ഇതിൻ്റെ ആവശ്യങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ മെയിൻ കാര്യം ഫിക്സഡ് എമൗണ്ട് ഓഫ് പെൻഷൻ. ഇപ്പോൾ 2000 രൂപ വരെയാണ് പെൻഷൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ പെൻഷൻ എമൗണ്ട് കൂട്ടുന്ന കാര്യത്തിൽ ചർച്ചകൾ നടക്കുകയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി അപ്പോൾ അങ്ങനെ 65 വയസ്സ് തികയുമ്പോഴോ അല്ലെങ്കിൽ മറ്റു കാരണങ്ങളാൽ ആധാരമെഴുത്ത് അല്ലെങ്കിൽ സ്ക്രൈബ് ജോലി അല്ലെങ്കിൽ സ്റ്റാമ്പ് ഹോൾഡർ ജോലി അവസാനിപ്പിക്കേണ്ട സാഹചര്യം വന്നാൽ അദ്ദേഹത്തിന് ഒരു
ഫിക്സഡ് എമൗണ്ട് പെൻഷൻ പ്രതിമാസം ലഭ്യമാക്കുക എന്നാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം. അതുപോലെ അംഗങ്ങളായ മെമ്പർമാർ, അംഗങ്ങൾ ആരെങ്കിലും മരിച്ചു പോയാൽ അവരുടെ കുടുംബങ്ങൾക്ക് ഫാമിലി പെൻഷനും അവർക്ക് ധനസഹായവും ഒക്കെ നൽകാനും വ്യവസ്ഥയുണ്ട്. ഫിനാൻഷ്യൽ അസിസ്റ്റൻ്റ് അറ്റ് ദ ഡെത്ത് ഓഫ് എ മെമ്പർ എന്ന്. പിന്നെ റീപേയ്മെൻറ്റ് ഓഫ് കോൺട്രിബ്യൂഷൻ, നമ്മൾ അടച്ച തുക എപ്പോഴെങ്കിലും ഇത് അവസാനിപ്പിക്കണമെന്ന് തോന്നിയാൽ അല്ലെങ്കിൽ 65 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ അടയ്ക്കുന്ന തുക നമുക്ക് ഒരു നിശ്ചിത ഇൻട്രസ്റ്റ് കൂടി കൂട്ടിച്ചേർത്ത് നമുക്ക് തിരികെ നൽകും. പിന്നെ അംഗങ്ങളുടെ ആർക്കെങ്കിലും ആരോഗ്യപരമായ കാരണങ്ങളാൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യം വന്നാൽ അവരെ സഹായിക്കുക. അംഗങ്ങളുടെ പെൺമക്കളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻ്റ് നൽകുക. വീട് പണിയുന്നതിനോ വീട് പുതുക്കുന്നതിനോ ഒക്കെ ആവശ്യമായി വരുമ്പോൾ ലോണോ അഡ്വാൻസോ ഒക്കെ നൽകുവാനുള്ള സംവിധാനം ഉണ്ടാക്കുക. ഇനി ഫിസിക്കൽ ഡിസബിലിറ്റി കൊണ്ട് സഫർ ചെയ്യുന്ന മെമ്പർമാർക്ക് സ്പെഷ്യൽ റിലീഫ്, പ്രത്യേക ആശ്വാസമായിട്ട് എന്തെങ്കിലുമൊക്കെ നൽകുക. ഇതൊക്കെ ഈ വെൽഫെയർ ഫണ്ടിലെ ചില ഉദ്ദേശങ്ങളാണ്. ഈ വെൽഫെയർ ഫണ്ട് മീറ്റിംഗ് 3 മാസത്തിൽ ഒരിക്കലെങ്കിലും കൂടിയിരിക്കണം. ഇതിങ്ങനെ കൂടുമ്പോൾ ഒഫീഷ്യൽ മെമ്പേഴ്സിൽ 4 പേരും നോൺ ഒഫീഷ്യൽ 2 പേരും കൂടിയിരിക്കണം. അതായത് 7 + 5 12 പേരാണ് ഇതിൽ. 7 പേര് ഒഫീഷ്യൽ മെമ്പേഴ്സും 5 പേര് നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സുമാണ്. പക്ഷേ ഇതിൻ്റെ കോറം എന്ന് പറയുന്നത് മിനിമം 4 ഒഫീഷ്യൽ മെമ്പേഴ്സും 2 നോൺ ഒഫീഷ്യൽസ് മെമ്പേഴ്സുമാണ്. ഇതുപോലെ തന്നെ ഇതിലും ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ട്. ഇവർ ഏത് പദവിയിൽ നിന്നാണോ ഇതിലേക്ക് തിരഞ്ഞെടുക്കുന്നത്, നോമിനേറ്റ് ചെയ്യപ്പെടുന്നത്, അവരുടെ വ്യക്തിത്വം മീൻസ് അവരെ നിലവിലുള്ള നിയമങ്ങൾക്ക് എതിരായി എന്തെങ്കിലും പ്രവർത്തിച്ചാൽ അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ ഇവരെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നു എന്ന് തുടങ്ങിയ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ വെൽഫെയർ ഫണ്ടിനെ കുറിച്ച് പറയുന്നത്. നമുക്കറിയാം ഈ വെൽഫെയർ ഫണ്ടിലേക്ക് എങ്ങനെ തുക എത്തുന്നു എന്നറിയാം. സർക്കാർ ഒരു വിഹിതം നൽകും. പിന്നെ ഈ വെൽഫെയർ ഫണ്ട് സ്റ്റാമ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 50 രൂപയുടെ സ്റ്റാമ്പ് എല്ലാ ആധാരങ്ങളും, ഡോക്യുമെന്റ് റൈറ്റേഴ്സ് തയ്യാറാക്കുന്ന എല്ലാ ആധാരങ്ങളുടെയും പുറത്ത് സ്റ്റാമ്പ് പതിക്കുന്നുണ്ട്. ആ വെൽഫെയർ ഫണ്ട് സ്റ്റാമ്പിൻ്റെ തുക, പിന്നെ ഈ വെൽഫെയർ ഫണ്ടിലേക്ക് അംഗത്വം എടുക്കുന്നതിന് 100 രൂപ ഫീസുണ്ട്. ആ തുക പ്രതിമാസം ഇവർ അടയ്ക്കുന്ന സബ്സ്ക്രിപ്ഷൻ തുക ഇപ്പോൾ 100 രൂപയാണ്. ഈ തുകയെല്ലാം ഇതിലേക്കുള്ള ഫണ്ടായി ഇനി മറ്റു സംഘടനകളോ മറ്റു ഏതെങ്കിലും തരത്തിൽ നിന്നും വരാവുന്ന ഫണ്ടുകളുമെല്ലാം ഇതിലേക്ക് മർജ് ചെയ്യേണ്ടതും അത് കൃത്യമായ കണക്ക് സൂക്ഷിച്ച് ഈ ബോർഡിൻ്റെ സെക്രട്ടറിയായ ജോയിൻ്റ് ഐ ജി കൃത്യമായി വർഷാവർഷങ്ങളിൽ അത് കണക്ക് ബോധ്യപ്പെടുത്തേണ്ടതും മറ്റുമാണ് എന്ന് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യത്തിന് ഈ ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വികസനത്തിന്, ഇതിലെ അംഗങ്ങളുടെ ക്ഷേമത്തിന് അനുസൃതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും ഒക്കെ ഈ ക്ഷേമനിധി ബോർഡിന് അധികാരം ഉള്ളതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഡോക്യുമെൻ്ററി റൈറ്റേഴ്സ് വെൽഫെയർ ഫണ്ടിനെ കുറിച്ച് പറയാനുള്ളത്. വളരെ പെട്ടെന്ന് നമ്മുടെ പരീക്ഷ വളരെ അടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഈ ചെറിയ ഒരു സമയത്തിനുള്ളിൽ വളരെ വേഗത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഇത്തരം കാര്യങ്ങൾ ചെറിയ തോതിലെങ്കിലും ഷോർട്ടായിട്ട് വളരെ ചുരുക്കി പറഞ്ഞെത്തിക്കാൻ എനിക്ക് സാധിച്ചു എന്ന ചെറിയ വിശ്വാസത്തോടെ കൂടിയാണ് ഞാൻ നിർത്തുന്നത്. നിങ്ങൾക്ക് നമസ്കാരം. എല്ലാ വിജയാശംസകളും. വീണ്ടും പുസ്തകങ്ങളും മറ്റും വായിച്ച് വിജയത്തിനായി നിങ്ങൾ തയ്യാറെടുക്കുക. നന്ദി.